ലോക ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിലൊന്ന് അതിന്റെ 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. 2022 ഫെബ്രുവരി 24 തുടങ്ങിയ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഇന്ന് 4ാം വർഷം തികയുമ്പോൾ ലോകം പഴയതുപോലെയല്ല. 1400-ലധികം ദിവസങ്ങൾ പിന്നിടുമ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ ഏതൊരു മനുഷ്യനെയും ഞെട്ടിക്കുന്നതാണ്. ഏതാണ്ട് 12 ലക്ഷത്തിലധികം റഷ്യൻ സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. യുക്രൈൻ എന്ന രാജ്യം തകർക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി. പക്ഷേ യുദ്ധം അവസാനിക്കുന്ന ലക്ഷണമേയില്ല. വൊളോഡിമർ സെലൻസ്കിയുടെ പോരാട്ട വീര്യവും ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ US നയങ്ങളും ഇന്ത്യയുടെ മധ്യസ്ഥ ശ്രമങ്ങളും ഈ യുദ്ധത്തെ എങ്ങോട്ടാണ് എത്തിക്കുന്നത്? യൂറോപ്പിന്റെ ഭാവി തന്നെ മാറ്റിമറിച്ച ഈ സംഘർഷത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ഒന്ന് പരിശോധിക്കാം. 4 വർഷം പൂർത്തിയാകുമ്പോൾ റഷ്യയ്ക്ക് എന്ത് നേടാൻ കഴിഞ്ഞു? റിപ്പോർട്ടുകൾ പ്രകാരം യുക്രൈന്റെ ഏകദേശം 20% ഭൂമി ഇപ്പോഴും റഷ്യൻ നിയന്ത്രണത്തിലാണ്. ക്രിമിയയും ഡോൺബാസ് മേഖലയുടെയും 80% ഇതിൽപ്പെടും. പക്ഷേ ഈ മണ്ണ് പിടിച്ചെടുക്കാൻ പുടിൻ നൽകേണ്ടി വന്ന വില വളരെ വലുതാണ്. CSISന്റെ കണക്കനുസരിച്ച് 1.2 മില്യൺ റഷ്യൻ കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. യുക്രൈനിൽ നടന്ന നാശനഷ്ടങ്ങൾ കണക്കാക്കാൻ പോലും കഴിയാത്തത്ര വലുതാണ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ മാനുഷിക ദുരന്തമാണിത്. എന്നിട്ടും സെലൻസ്കി തോറ്റുകൊടുക്കാൻ തയ്യാറല്ല. പുടിൻ എന്നത് ഒരു വ്യക്തിയല്ല, അതൊരു യുദ്ധം തന്നെയാണെന്ന് സെലൻസ്കി ട്രംപിനോട് പറയുന്നു. ലോകം മറ്റ് പല പ്രതിസന്ധികളിലേക്കും ശ്രദ്ധ തിരിച്ചിട്ടും യുക്രൈൻ ഇന്നും പോരാടുന്നത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയാണ്. റഷ്യയുടെ പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തിന്റെ 4ാം വാർഷികത്തിന്റെ തലേന്ന് CNN നൽകിയ അഭിമുഖത്തിൽ യുക്രൈനിയൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി നടത്തിയ പരാമർശങ്ങൾ വെറും ഒരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു ആഗോള രാഷ്ട്രീയ മാറ്റത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള കൃത്യമായ തന്ത്രമാണ്. ഈ യുദ്ധത്തിന്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്നതിൽ അമേരിക്ക എന്ന വൻ ശക്തിക്കുള്ള പങ്ക് നിർണായകമാണ്. പ്രത്യേകിച്ചും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സെലൻസ്കിയുടെ വാക്കുകൾ ട്രംപിനെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്നതായിരുന്നു. യുക്രൈൻ വെറുമൊരു യുദ്ധഭൂമി അല്ലെന്നും അത് ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണ കേന്ദ്രമാണെന്നും ട്രംപിനെ ബോധ്യപ്പെടുത്താനാണ് സെലൻസ്കി ശ്രമിക്കുന്നത്. ജനാധിപത്യം സംരക്ഷിക്കാൻ ഒരു വ്യക്തിക്കെതിരെ, അതായത് പുടിനെതിരെ പോരാടുന്ന ഒരു രാജ്യത്തിനൊപ്പം നിൽക്കാൻ ട്രംപിന് സാധിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇവിടെ പുടിൻ എന്നത് ഒരു വ്യക്തിയല്ല, മറിച്ച് യുദ്ധത്തിന്റെ തന്നെ പര്യായമാണെന്നാണ് സെലൻസ്കി അടിവരയിട്ട് പറയുന്നത്. പുടിൻ ഒരു രാഷ്ട്രീയ നേതാവല്ലെന്നും അദ്ദേഹം തന്നെ ഒരു യുദ്ധമാണെന്നും പറയുന്നതിലൂടെ ചർച്ചകളിലൂടെയോ വിട്ടുവീഴ്ചയിലൂടെയോ അവസാനിപ്പിക്കാവുന്ന ഒന്നല്ല റഷ്യൻ നീക്കങ്ങളെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ യുക്രൈൻ ശ്രമിക്കുന്നു. ഈ യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ പോകുന്ന ഏറ്റവും വലിയ ഫാക്ടർ അമേരിക്കൻ രാഷ്ട്രീയം തന്നെയാണ്. ബൈഡൻ ഭരണകൂടം $175 ബില്യൺ സഹായം യുക്രൈന് നൽകിയെങ്കിൽ 2025 അധികാരമേറ്റ ട്രംപ് ഭരണകൂടം കടുത്ത നിലപാടിലാണ്. ഫ്രഷ് മിലിറ്ററി ഗ്രാന്റുകൾ സസ്പെൻഡ് ചെയ്ത ട്രംപ് 2026 ജൂണോടെ ഒരു സെറ്റിൽമെന്റിലെത്താൻ യുക്രൈനെ സമ്മർദ്ദത്തിലാക്കുകയാണ്. യുദ്ധം 5ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ യുക്രൈന്റെ മുൻപിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അന്താരാഷ്ട്ര പിന്തുണയിൽ ഉണ്ടാകുന്ന കുറവാണ്. വരാനിരിക്കുന്ന US സ്റ്റേറ്റ് ഓഫ് യൂണിയൻ പ്രസംഗത്തിൽ ട്രംപ് കീവിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് സെലൻസ്കി പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമേൽ ട്രംപ് വേണ്ടത്ര സമ്മർദ്ദം ചെലുത്തുന്നില്ല എന്ന യാഥാർത്ഥ്യം സെലൻസ്കി തുറന്നു പറയുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോഴും അത് യുക്രൈന്റെ ഭൂമി റഷ്യയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ടാവരുത് എന്ന കർശന നിലപാടിലാണ് കീവ്. റഷ്യൻ ആവശ്യങ്ങൾക്ക് വഴങ്ങുന്നത് വെറും ഒരു ഉടമ്പടിയല്ല, മറിച്ച് യുക്രൈൻ എന്ന രാഷ്ട്രത്തിന്റെ തന്നെ അന്ത്യമായിരിക്കുമെന്ന് സെലൻസ്കി ഭയപ്പെടുന്നു. പുടിന് വേണ്ടത് വിട്ടുകൊടുത്താൽ തങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടുമെന്നും ജനങ്ങൾക്ക് ഒന്നുകിൽ പലായനം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ റഷ്യൻ ഭരണകൂടത്തിന് കീഴിൽ അടിമകളായി കഴിയേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. അതായത് ഭൂമി വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു സമാധാനത്തിന് സെലൻസ്കി തയ്യാറല്ല. ട്രംപിന് പുടിനെ അറിയില്ല എന്നാണ് സെലൻസ്കി തുറന്നടിക്കുന്നത്. പുടിന്റെ മുൻപിൽ മുട്ടുമടക്കിയാൽ യുക്രൈൻ എന്ന രാജ്യം തന്നെ ഇല്ലാതാകുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. അമേരിക്കൻ പിന്തുണ കുറയുമ്പോൾ യുക്രൈൻ കൂടുതൽ പ്രതിസന്ധിയിലാവുകയാണ്. ഇനി ഈ യുദ്ധം യൂറോപ്പിനെ എങ്ങനെ മാറ്റിമറിച്ചു എന്ന് നോക്കാം. പ്രധാനമായും 3 മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, സ്ട്രെങ്തൻഡ് നേറ്റോ. റഷ്യയെ പേടിച്ച് ഫിൻലൻഡും സ്വീഡനും നേറ്റോയിൽ ചേർന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ ഡിഫൻസ് ബജറ്റ് വൻതോതിൽ വർദ്ധിപ്പിച്ചു. 2, എനർജി ഇൻഡിപെൻഡൻസ് ആണ്. റഷ്യൻ ഗ്യാസിനെ മാത്രം ആശ്രയിച്ചിരുന്ന യൂറോപ്പ് ഇന്ന് അമേരിക്കയിൽ നിന്നും ഖത്തറിൽ നിന്നും എനർജി ഇറക്കുമതി ചെയ്യുന്നുണ്ട്. പുടിന്റെ എനർജി ബ്ലാക്ക്മെയിലിംഗ് ഇനി നടപ്പില്ല എന്നർത്ഥം. 3ാമതായിട്ട് മൈഗ്രേഷൻ ക്രൈസിസ് ആണ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹമാണിത്. ഏതാണ്ട് 6.9 മില്യൺ യുക്രൈൻകാർ മറ്റ് രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് യൂറോപ്പിന്റെ സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇതിനിടയിൽ ഇന്ത്യയുടെ നിലപാട് ലോകം ശ്രദ്ധയോടെയാണ് കാണുന്നത്. 2022
വിഭജനത്തിന് ശേഷം നടന്ന വോട്ടെടുപ്പുകളിൽ നിന്ന് വിട്ടുനിന്ന ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുടരുന്നുണ്ട്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിനോടും സെലൻസ്കിയോടും നേരിട്ട് സംസാരിച്ചുകൊണ്ട് ഒരു മധ്യസ്ഥന്റെ റോൾ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊരു യുദ്ധത്തിന്റെ യുഗമല്ല എന്ന മോദിയുടെ വാക്കുകൾ ആഗോളതലത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഒരുപക്ഷേ ഇന്ത്യയുടെ ഇടപെടൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിച്ചേക്കാം. ഇനി യുദ്ധഭൂമിയിൽ നിന്ന് വരുന്ന പുതിയ വാർത്ത പ്രകാരം യുക്രൈൻ സൈന്യം ചില മേഖലകളിൽ റഷ്യയെ പ്രതിരോധിക്കുന്നുണ്ട്. 400 ചതുരശ്ര കിലോമീറ്റർ തിരിച്ചു പിടിച്ചതായി കമാൻഡർ ഇൻ ചീഫ് ഒലക്സാണ്ടർ സിർസ്കി അവകാശപ്പെടുന്നു. പക്ഷേ റഷ്യ കൂടുതൽ സൈന്യത്തെ അണിനിരത്തി പുതിയ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ്. വരാനിരിക്കുന്ന മാസങ്ങൾ നിർണായകമാണ്. ജൂൺ 2026 മുൻപ് ഒരു തീരുമാനം ഉണ്ടായില്ല എങ്കിൽ യുദ്ധം ഇനിയും വർഷങ്ങളോളം നീണ്ടു നിന്നേക്കാം. നയതന്ത്ര തലത്തിൽ കാര്യങ്ങൾ ഇപ്പോഴും നിശ്ചലാവസ്ഥയിലാണ്. ജനീവയിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടത് ഇതിന്റെ ഉദാഹരണമാണ്. സമാധാനം എന്ന വാക്ക് പലതവണ ചർച്ചകളിൽ ഉയരുന്നുണ്ടെങ്കിലും ഒരു വെടിനിർത്തലിലേക്ക് എത്താനുള്ള താല്പര്യം റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഈ ഘട്ടത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട് നിർണായകമാകുന്നത്. അമേരിക്കൻ പിന്തുണയിൽ എന്തെങ്കിലും മാറ്റമുണ്ടായാൽ യൂറോപ്പ് ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട്. എന്നാൽ യൂറോപ്യൻ യൂണിയനിലുള്ള ആഭ്യന്തര ഭിന്നതകൾ ഇതിന് തടസ്സമാകുന്നു. പ്രത്യേകിച്ച് ഹംഗറിയെ പോലെയുള്ള രാജ്യങ്ങളുടെ വിദേശ നയം യുക്രൈൻ അനുകൂല നിലപാടുകളെ പലപ്പോഴും ദുർബലപ്പെടുത്തുന്നുണ്ട്. ബ്രസൽസിൽ നടന്ന ചർച്ചകളിൽ ഹംഗറിയുടെ വിദേശകാര്യമന്ത്രി വിമർശിക്കപ്പെട്ടത് ഇതിന്റെ തെളിവാണ്. രാഷ്ട്രീയം യുക്രൈന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിൽ മാറുമ്പോൾ അത് ജനാധിപത്യ ലോകത്തിന്റെ പരാജയമായി മാറുമെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു.